പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 ആദ്യത്തെ ജലദിനങ്ങളിൽ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് എനിക്കും ഭാഗ്യം തന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന, എന്നെ കേൾക്കാൻ ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ സ്നേഹവന്ദനങ്ങൾ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ് അല്ലേ? കർത്താവിൻ്റെ വചനമാണ് ഈ കാലഘട്ടങ്ങളിൽ നമ്മളെ നിലനിർത്തുന്നത്. വിശേഷാൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയങ്ങളിൽ അനേകർ തെറ്റിപ്പോകുമ്പോൾ, ഈ വിശ്വാസത്തിൽ നിന്ന് തന്നെ മാറിപ്പോകുമ്പോൾ ഈ വചനമാണ് നമ്മളെ ഉറപ്പിക്കുന്നത്. തെറ്റായ ഉപദേശങ്ങളിൽ നിന്ന്, തെറ്റായ വഴികളിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുന്നത് ഈ വചനമാണ്. അതുപോലെ തന്നെ നമ്മുടെ തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാപത്തിൻ്റെ ലോകത്തിൽ നമ്മുടെ തലമുറകൾ ജീവിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ സത്യങ്ങൾ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുവാൻ, ഈ വചനത്തിൻ്റെ സത്യങ്ങൾ അവരൊന്ന് മനസ്സിലാക്കുവാൻ, യഥാർത്ഥമായ യേശു മാത്രമാണ് ഏക ദൈവമെന്ന് അവരും മനസ്സിലാക്കുവാൻ അവരുടെ കൂട്ടുകാരോടല്ല, അവരെ കടന്നുപോകുന്ന സ്ഥാപനങ്ങളിൽ അത് പ്രസ്താവിക്കുവാൻ ദൈവമായ കർത്താവ് അവരെ സഹായിക്കട്ടെ എന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളും കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ട എല്ലാവരോടും എൻ്റെ അപേക്ഷ, നിങ്ങൾ കേൾക്കുന്ന വചനം, ഇന്ന് കേൾക്കാൻ പോകുന്ന വചനം അനേകരിലേക്ക് അത് ഷെയർ ചെയ്യണമേ. അനേകർക്ക് അത് പ്രയോജനമായി തീരട്ടെ, ഉപകാരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് യേശു എവിടെയാണ്, അല്ലെ നിങ്ങളുടെ ബൈബിളിൽ യേശു എവിടെയാണ്, പഴയ നിയമത്തിൽ യേശു എവിടെയാണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ വ്യക്തമായി അവർക്കുള്ള മറുപടിയെ കൊടുക്കുവാൻ, യേശുവിനെ കാട്ടിക്കൊടുക്കുവാൻ നിങ്ങളുടെ തലമുറകൾക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മളിന്ന് കാണാൻ പോകുന്ന വിഷയം, കർത്താവ് വീണ്ടും ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളിൽ, അല്ലെ ഇങ്ങനെ പറയാം, യാക്കോബിൻ്റെ 12 പുത്രന്മാരിൽ യേശുക്രിസ്തുവിൻ്റെ ഒരു വെളിപ്പാട്, അവരുടെ പേരുകളിൽ യേശുവിൻ്റെ ഒരു വെളിപ്പാട്, ആ വിഷയമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ന് സംസാരിക്കുന്ന വിഷയം നിങ്ങൾക്ക് ഒരു പുസ്തകങ്ങളിലും അല്ലെ ഒരു ഭാഗങ്ങളിലും അങ്ങനെ ഒന്നും കാണാൻ സാധിക്കത്തില്ല. ദൈവമായ കർത്താവ് തന്ന ഒരു ചെറിയ വെളിപ്പാടിലൂടെ നിങ്ങളെല്ലാവർക്കും ഇത് പ്രയോജനമായി തീരട്ടെ എന്ന് ഞാൻ ആഴമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ആദ്യമായിട്ട് എടുക്കാം ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം, അതിൻ്റെ 31-ാം വാക്യം. ഉൽപ്പത്തി 29:31 തൊട്ട് നമുക്ക് വായിക്കാം. ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു. റാഹേലോ മച്ചിയായിരുന്നു. ലേയ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. യഹോവ എൻ്റെ സങ്കടം കണ്ടു. ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവൾ അവന് റൂബേൻ എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അറിയുന്നത് പോലെ ഇസ്രായേൽ അല്ലെങ്കിൽ യാക്കോബിൻ്റെ ആദ്യത്തെ പുത്രനാണ്, ആദ്യത്തെ ദൈവം അവർക്ക് തന്ന ദാനമാണ് ലേയയിലൂടെ റൂബേൻ. റൂബേനിൽ എങ്ങനെയാണ് യേശുക്രിസ്തു ഉള്ളതെന്ന് വെച്ചാൽ, റൂബേൻ എന്ന പേരിൻ്റെ അർത്ഥം റെഊബേൻ. അത് എബ്രായ പദത്തിൽ അതിൻ്റെ ശരിയായ അർത്ഥം എന്ന് പറഞ്ഞാൽ റേ എന്ന് വെച്ചാൽ കാണുക. റെഊബേൻ, എൻ്റെ പുത്രനെ കാണുക. എൻ്റെ സീ മൈ സൺ, അതാണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എൻ്റെ പുത്രനെ, അല്ലെ കർത്താവ് ദൈവം പറയുകയാണ് എൻ്റെ പുത്രനെ കാണുക. ആ ഒരു വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ്. റെഊബേൻ എന്ന് എബ്രായ പദത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പുത്രനെ, അല്ലെ എൻ്റെ മകനെ കാണുക. സീ മൈ സൺ ജീസസ് എന്നാണ് അതിൻ്റെ ആദ്യത്തെ പദത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് നമുക്ക് വായിക്കാം 29-ന്റെ തന്നെ 33 തൊട്ട്. അവൾ പിന്നെയും ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അനിഷ്ട എന്ന യഹോവ കേട്ടതുകൊണ്ട് ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞ് അവന് ശിമയോൻ എന്ന് പേരിട്ടു. ഞാൻ അനിഷ്ട എന്ന് ദൈവം കേട്ടതുകൊണ്ട്, അതായത് നമുക്ക് ഈ ചരിത്രം എല്ലാം അറിയാം. യാക്കോബിൻ്റെ മുൻപിലും മറ്റുള്ളവരുടെ മുൻപിലും യാക്കോബ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത് റേച്ചലിനെ ആയിരുന്നു എന്ന് അവിടെ മനസ്സിലാക്കിയപ്പോൾ ലേയ എല്ലാവരുടെ മുൻപിലും ഒരു അനിഷ്ടയായിരുന്നു. അതുകൊണ്ടാണ് അവൾ അവിടെ പറഞ്ഞത്, ഞാൻ എല്ലാവർക്കും അനിഷ്ട എന്ന് യഹോവ കേട്ടതുകൊണ്ട് അടുത്ത ദൈവം കൊടുത്ത ദാനത്തെ അവൾ ശിമയോൻ അല്ലെ സിമയോൺ എന്ന് പേരിട്ടു. സിമയോന്റെ ശരിയായ അർത്ഥം കേൾക്കുക, കേട്ടു, ദൈവം കേട്ടു എന്നുള്ള അർത്ഥമാണ്. അവിടെ പറയുന്നത് ദൈവം എന്നെ കേട്ടു, കർത്താവ് എന്നെ കേട്ടു. സോ ഹിയർ മൈ സൺ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം അവിടെ വെളിപ്പെടുന്നത്. സോ ഫസ്റ്റ് റെഊബേൻ, സീ മൈ സൺ, നെക്സ്റ്റ് സിമയോൺ, ഹിയർ മൈ സൺ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, സീ ജീസസ്, നെക്സ്റ്റ് ഹിയർ ജീസസ്. അടുത്തത് 29-ന്റെ തന്നെ 34-ാം വാക്യം. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഈ സമയം എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും, ഞാൻ അവന് 3 പുത്രന്മാരെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞ് അതുകൊണ്ട് അവൾ അവന് ലേവി എന്ന് പേരിട്ടു. ലേവിയുടെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇസ്രായേൽ ഗോത്രത്തിലെ പുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗോത്രമാണ് ലേവി ഗോത്രം. ലേവി ഗോത്രത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ്, ചേർക്കപ്പെട്ടു.
അവിടെ കാണിക്കുന്ന സഭ കർത്താവിനോട്, സഭ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന ആ ഒരു ഭാഗത്തെയാണ് അവിടെ കാണിക്കുന്നത്. ശരിക്കും അവിടെ സഭ ഉടലെടുക്കുകയാണ്. കർത്താവിൻ്റെ മണവാട്ടി കർത്താവിനോട് ചേരുകയാണ്. മണവാട്ടി ആരാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, കർത്താവിൻ്റെ സഭയാണ് കർത്താവിൻ്റെ മണവാട്ടി. സോ റൂബേൻ, സിമയോൺ, ലേവി എന്ന് പറയുന്ന ജോയിൻറ്റ്, അതായത് എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും എന്ന് ലേയ പറഞ്ഞത് പോലെ തന്നെ എന്നോട് പറ്റിച്ചേർന്നു, അല്ലെങ്കിൽ സഭ കർത്താവിനോട് ചേർന്നു. അതാണ് അവിടെ കാണിക്കുന്നത്. നമ്മൾ 3 പേരുകൾ വായിച്ചു. ഇനി അടുത്തത് 29 തന്നെ 35 വാക്യം. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന് പേരിട്ടു. പിന്നെ അവൾക്ക് പ്രസവം നിന്നു. അപ്പോൾ 4ാമത് പേര് യഹൂദയുടെ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാലോ, സ്തുതി. പ്രൈസ് ജീസസ്, അല്ലെങ്കിൽ കർത്താവിനെ സ്തുതിക്കുക. യഹൂദ ഗോത്രത്തിൽ നിന്നാണല്ലോ നമ്മുടെ കർത്താവ് ഉത്ഭവിച്ചത്. കർത്താവ് യഹൂദ ഗോത്രത്തിലെ സിംഹം. സോ ജൂഡയുടെ ശരിക്കുള്ള അർത്ഥം പ്രൈസ് ദ ലോർഡ്. അതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തത് അതേ ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ, അതിന് അവൾ എൻ്റെ ദാസി ബിൽഹ ഉണ്ടല്ലോ, അവളുടെ അടുക്കൽ ചെല്ലുക. അതിൻ്റെ മുൻപ് തൊട്ടുള്ള ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ വിശ്വസിക്കും. 2-ാം വാക്യം തൊട്ട് വായിച്ചാൽ, അപ്പോൾ യാക്കോബിന് റാഹേലിനോട് കോപം ജ്വലിച്ചു. അതായത് റാഹേൽ ചോദിക്കുകയാണ്, എനിക്ക് മക്കളെ തരുവാൻ നിനക്ക് കഴിയത്തില്ലോ. അപ്പോൾ യാക്കോബ് അവിടെ ദേഷ്യപ്പെടുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തല്ല നിനക്ക് മക്കളെ തരുവാൻ. സോ അപ്പോൾ അവിടെ റാഹേൽ മറുപടി പറയുകയാണ്, അതിനവൾ എൻ്റെ ദാസി ബിൽഹ ഉണ്ടല്ലോ, അവളുടെ അടുക്കൽ ചെല്ലുക, അവൾ എൻ്റെ മടിയിൽ പ്രസവിക്കട്ടെ, അവളാൽ എനിക്കും മക്കളുണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ തൻ്റെ ദാസി ബിൽഹായെ അവന് ഭാര്യയായി കൊടുത്തു. യാക്കോബ് അവളുടെ അടുക്കൽ ചെന്നു. ബിൽഹ ഗർഭം ധരിച്ച് യാക്കോബിന് ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ റാഹേൽ, ദൈവം എനിക്ക് ന്യായം നടത്തി എൻ്റെ അപേക്ഷ കേട്ടു, എനിക്കൊരു മകനെ തന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ദാൻ എന്ന് പേരിട്ടു. അതായത് ബിൽഹ എന്ന ദാസിയിലൂടെ റാഹേലിന്, അല്ലെങ്കിൽ റാഹേൽ അവളുടെ മടി പ്രസവിക്കുമെന്ന് പറഞ്ഞ് ബിൽഹായിലൂടെ ഒരു മകൻ വീണ്ടും യാക്കോബിന് ജനിക്കുകയാണ്. അവിടെ അവൻ പേരിടുകയാണ് ദാൻ. അതായത് അതിൻ്റെ അർത്ഥം റാഹേൽ തന്നെ അവിടെ പറയുന്നുണ്ട്, ദൈവം എൻ്റെ ന്യായം നടത്തി തന്നു. ന്യായാധിപൻ കർത്താവ് നമ്മുടെ ന്യായാധിപനാണ്. കർത്താവാണ് ഈ ഭൂമിയെ വിധിക്കാൻ പോകുന്നത്. ജീസസ് ഇസ് ദ ജഡ്ജ് ഓഫ് ദി എർത്ത്. ഈ ലോകത്തെ വിധിക്കുന്ന ന്യായാധിപനായ കർത്താവ്. ആ കർത്താവിൻ്റെ പേരാണ് അവിടെ വെളിപ്പെടുന്നത്, ദാൻ. അടുത്തത് 30-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ സന്തോഷം തോന്നിയില്ല, അല്ലെങ്കിൽ ഞാനിത് മനസ്സിലാക്കി എടുത്തപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ ഇരിക്കുന്നിടത്തു നിന്ന് ഞാൻ ദൈവത്തെ സ്തുതിച്ചു പോയി, തുള്ളിച്ചാടി ഞാൻ ദൈവത്തെ സ്തുതിച്ചു പോയി. കാരണം എത്ര അത്ഭുതകരമായിട്ടാണ്, അല്ലെ എത്ര ആഴമായിട്ടാണ് പരിശുദ്ധാത്മാവ് ഓരോ കാര്യങ്ങൾ അവിടെ ചെയ്തെടുത്തത്. അല്ലെ ഓരോ പേരുകളിൽ പോലും യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ് വെളിപ്പെട്ടതെന്ന് ഞാൻ ചിന്തിച്ചു പോയി. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൈബിള് കർത്താവിൻ്റെ ഒരു വെളിപ്പാടാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളടക്കം യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. യേശുവിനെ കുറിച്ചാണ് ഈ ബൈബിള്. അല്ലെങ്കിൽ ഇതൊരു കഥാപുസ്തകമല്ല, അല്ലെ ഇതൊരു പോയംസ് അല്ലെങ്കിൽ കവിതകൾ എഴുതിയ ബുക്കല്ല. ഇതൊരു സ്റ്റോറിയായിട്ട് നിങ്ങൾ വായിച്ചാൽ 1 വട്ടം വായിക്കും, 2 വട്ടം വായിക്കും, ചിലപ്പോൾ 3 വട്ടം വായിക്കും. പിന്നീട് അത് വായിക്കാൻ നിങ്ങൾക്ക് മടി തോന്നും. പക്ഷേ ഈ ബൈബിളിനെ നിങ്ങൾ കർത്താവിനെ കാണാൻ വേണ്ടി, കർത്താവിനെ കണ്ടെത്താൻ വേണ്ടി ഈ ബൈബിൾ നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അതിൻ്റെ മാധുര്യം മനസ്സിലാകും. ഈ വചനം എത്ര ശ്രേഷ്ഠമാണ്, അല്ലെ ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ജീവൻ എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് അതിൻ്റെ മാധുര്യം മനസ്സിലാവും. നമ്മളൊക്കെ പണ്ട് ബൈബിള് തുറന്ന്, അല്ലെങ്കിൽ എവിടേക്ക് പോകുന്നതിന് മുൻപ് ബൈബിൾ പെട്ടെന്ന് തുറന്ന് കിട്ടുന്ന വാക്യമൊക്കെ വായിക്കുന്നവരായിരുന്നില്ല. ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ബൈബിൾ തുറന്ന് കിട്ടുന്ന വാക്യം അത് വായിച്ചിട്ട് സന്തോഷിച്ചിട്ടുണ്ട്, അല്ലെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ അതല്ല ബൈബിള് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് കർത്താവിനെ അറിയാൻ വേണ്ടിയാണ്, കർത്താവിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓരോ പുസ്തകത്തിലും, പഴയ നിയമത്തിലെ അല്ലെ പുതിയ നിയമത്തിലെ 66 പുസ്തകങ്ങളിലും യേശുക്രിസ്തു ഉണ്ട്. ആ യേശുവിൻ്റെ വെളിപ്പാടിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ബൈബിൾ നമുക്ക് തന്നേക്കുന്നത്. ഇതിലൂടെയാണ് നമുക്ക് ജീവൻ വരുന്നത്. അല്ലെ നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ, നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മുടെ ആരാധന കൊണ്ടല്ല നമ്മൾ നിൽക്കുന്നത്. ഈ വചനം നമ്മുടെ ഉള്ളിൽ ഉള്ളിടത്തോളം നമ്മൾ ക്ഷീണിച്ചു പോകത്തില്ല, നമ്മൾ പരാജയപ്പെട്ടു പോകത്തില്ല. കാരണം നമ്മൾ തളരുന്ന വേളകളിലെല്ലാം നമ്മൾ വായിക്കുന്ന വചനം, ഈ ജീവൻ തരുന്ന വചനമാണ് അന്നേരം നമ്മളെ ബലപ്പെടുത്തുന്നത്, ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് വചനത്തെ നിങ്ങൾ പുറന്തള്ളിക്കളയല്ലേ, വചനത്തെ ഒരു ചടങ്ങായിട്ട് വായിക്കല്ലേ. അങ്ങനെ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ബോറടിക്കും. വചനത്തിൽ നിന്ന് കർത്താവിനെ കണ്ടെത്താൻ വേണ്ടി, കർത്താവ് ഇതിനകത്ത് എവിടെയാണുള്ളത്, എനിക്ക് കിട്ടുന്ന ആ തേൻ,
വചനത്തിൽ പറയുന്ന പോലെ ആ തേനിനെ നിങ്ങൾ പ്രാപിക്കാൻ ശ്രമിക്കണം. അവൻ്റെ വചനം തേനിനെക്കാട്ടിലും മാധുര്യമുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ബൈബിൾ വായിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കർത്താവിനെ കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾ കർത്താവിനോട് ഒന്നുകൂടെ അടുക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. നിങ്ങൾ ഒരു പ്രശ്നങ്ങളിലും ഒരു പ്രതികൂലങ്ങളിലും തളർന്നു പോകത്തില്ല. പ്രശ്നങ്ങൾ വരും, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളും വരും. പക്ഷേ അതിലൊക്കെയും നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്നത് ഈ ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് നോക്കാം. അടുത്തത് ഉൽപ്പത്തി 30:7 ഞാൻ തന്നെ ഇത് വായിച്ചു പോകാം. റാഹേലിൻ്റെ ദാസി ബിൽഹ പിന്നെയും ഗർഭം ധരിച്ചു. യാക്കോബിന് രണ്ടാമതൊരു മകനെ പ്രസവിച്ചു. ഞാൻ എൻ്റെ സഹോദരിയോട് വലിയൊരു പോർ പൊരുതു ജയിച്ചുമിരിക്കുന്നു എന്ന് റാഹേൽ പറഞ്ഞ് അവന് നഫ്താലി എന്ന് പേരിട്ടു. അപ്പോൾ അടുത്തത് ബിൽഹയിലൂടെ തന്നെ അടുത്തൊരു മകൻ യാക്കോബിനുണ്ടാകുകയാണ്. അതിൻ്റെ പേര് രാഹേൽ വെച്ചത് നഫ്താലി. നഫ്താലിയുടെ അർത്ഥം തന്നെ റസലർ അല്ലെങ്കിൽ പൊരുതുന്നവൻ. യാക്കോബിൻ്റെ ചരിത്രം നമുക്കറിയാമല്ലോ. ഒരിക്കൽ അവൻ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ദൂതനോട് മല്ലു പിടിച്ചിട്ടാണ് അവൻ ജയിച്ചത്. ഈ മല്ലുപിടുത്തം എന്തുവാണ് ആത്മീയ അർത്ഥം കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയാണ്. നമ്മൾ മല്ലു പിടിച്ച് ജയിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? പ്രാർത്ഥിച്ച് ജയിക്കുക. നമ്മുടെ വിഷയങ്ങൾ അല്ലെ നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ഇരുന്നും മല്ലു പിടിക്കുന്നതാണ് നമ്മുടെ വിജയത്തിന് കാരണം അല്ലേ. അപ്പോൾ ഈ മല്ലു പിടിക്കുന്നത് എന്തിനെയാണ് കാണിക്കുന്നത്? പ്രാർത്ഥന. സോ നഫ്താലിയുടെ ശരിക്കുമുള്ള അർത്ഥം പ്രയർ അല്ലേ, മൈ റെസ്ലർ, എൻ്റെ പോരാളി. കർത്താവ് എൻ്റെ പോരാളി, കർത്താവ് എൻ്റെ റെസ്ലർ, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനയാണ് നഫ്താലിയെ കാണിക്കുന്നത്. അടുത്തത് 30 തന്നെ 9 തനിക്ക് പ്രസവം നിന്നുപോയി എന്ന ലേയ കണ്ടാറെ തൻ്റെ ദാസി സിൽപ്പായെ വിളിച്ച് അവളെ യാക്കോബിന് ഭാര്യയായി കൊടുത്തു. ലേയായുടെ ദാസി സിൽപ്പ യാക്കോബിന് മകനെ പ്രസവിച്ചു. അപ്പോൾ ലേയ ഭാഗ്യമെന്ന് പറഞ്ഞ് അവന് ഗാദ് എന്ന് പേരിട്ടു. അപ്പോൾ അടുത്ത ലേയയുടെ പ്രസവം നിന്നുപോയെന്ന് നമ്മൾ നേരത്തെ വായിച്ചല്ലോ. അപ്പോൾ ലേയ അവിടെ എന്താ ചെയ്തത്? ലേയയുടെ ദാസിയായ സിൽപ്പയെ യാക്കോബിന് കൊടുത്ത് അവളിലൂടെ വീണ്ടും യാക്കോബിനൊരു മകനെ ജനിക്കുകയാണ്. അതിന് പേര് ഗാദ് എന്നിട്ടു. ഗാദിൻ്റെ അർത്ഥം അവിടെ ഒരർത്ഥം അവിടെ പറയുന്നുണ്ട്, ഭാഗ്യം. പക്ഷെ ഗാദിന് വേറൊരർത്ഥം കൂടെ ഉണ്ട്. അത് നിങ്ങൾ ഇംഗ്ലീഷ് വേർഷൻ അതിൻ്റെ വായിച്ചാൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു ട്രൂപ്പ്. ഒരു ട്രൂപ്പാണ്. ട്രൂപ്പ് എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, സൈന്യത്തെയാണ് കാണിക്കുന്നത്. ഈ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന എൻ്റെ ഭാഗ്യം, ഒരു ലക്ക്. ഗാദ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ക് അല്ലെങ്കിൽ ഒരു ട്രൂപ്പ് എന്ന് പറയാം. ഈ ട്രൂപ്പ് ആരാ? കർത്താവിൻ്റെ ട്രൂപ്പ് ആരാ? ദൈവത്തിൻ്റെ ട്രൂപ്പ് ആരാ? അവിടെ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ. ദൈവത്തിൻ്റെ സഭയല്ലേ കർത്താവിൻ്റെ സൈന്യം എന്ന് പറയുന്നത്. ഒരു മൈറ്റി ചർച്ചാണ് ദൈവത്തിൻ്റെ സൈന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഗാദിൻ്റെ അർത്ഥം ശരിക്കും കർത്താവിൻ്റെ സഭയാണ്. ഒരു മൈറ്റി ആർമിയാണ് ദൈവത്തിൻ്റെ സഭ. അതാണ് ആ ഒരു വാക്കിലൂടെ എനിക്ക് മനസ്സിലായ ഒരു സത്യം. അടുത്ത 13 അടുത്ത നമുക്ക് കാണാം. ഞാൻ ഭാഗ്യവതി, സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് പറയും എന്ന് ലേയ പറഞ്ഞു. അവന് ആഷർ എന്ന് പേരിട്ടു. അപ്പം വീണ്ടും ലേയുടെ ദാസിയായ സിൽപ്പ പ്രസവിക്കുകയാണ്. അടുത്ത മകൻ്റെ പേര് ആഷർ എന്നുണ്ട്. നമ്മുടെയൊക്കെ ഒത്തിരി മക്കളുമാരുടെ പേര് ആഷർ എന്നുണ്ട് അല്ലേ. അതിൻ്റെ അർത്ഥം ബ്ലസ്സഡ് അല്ലെങ്കിൽ ഹാപ്പിനെസ്, സന്തോഷം എന്നാണ് ആഷറിൻ്റെ അർത്ഥം. ആഷറിനെ നമുക്ക് എങ്ങനെ കാണാം? ചർച്ച് അവിടെ ബ്ലസ്ഡ് ആകുകയാണ്. കർത്താവിലൂടെ ചർച്ച് അവിടെ അനുഗ്രഹിക്കപ്പെടുകയാണ്, അല്ലെ സന്തോഷിക്കുകയാണ്. സോ ആഷറിൻ്റെ അർത്ഥം ബ്ലസ്സഡ്. അടുത്തത് നമുക്ക് കാണാം. അടുത്ത മകൻ്റെ പേര് 30 തന്നെ 14, 15, 16. അത് 14 ആഷർ കഴിഞ്ഞിട്ട് 14 തൊട്ട് അവിടെ ഒരു കഥയാണ്, ഒരു സംഭവം നടക്കുകയാണ്. ഞാനത് വായിക്കാം. ഗോതമ്പ് കൊയ്ത്ത് കാലത്ത് റൂബേൻ പുറപ്പെട്ടു. വയലിൽ ദുദാഴിപ്പഴം കണ്ട് തൻ്റെ അമ്മയായ ലേയായുടെ അടുക്കൽ കൊണ്ടുവന്നു. റാഹേൽ ലേയായോട്, നിന്റെ മകൻ്റെ ദുദായിപ്പഴം കുറേ എനിക്ക് തരണമെന്ന് പറഞ്ഞു. അവളോട്, നീ എൻ്റെ ഭർത്താവിനെ എടുത്തത് പോരായോ? എൻ്റെ മകൻ്റെ ദുദായിപ്പഴവും കൂടെ വേണമോ എന്ന് പറഞ്ഞ് റാഹേൽ, ആകട്ടെ, നിന്റെ മകൻ്റെ ദുദായിപ്പഴത്തിനു വേണ്ടി ഇന്ന് രാത്രി അവൻ നിന്നോടുകൂടെ ക്ഷയിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്ന് വരുമ്പോൾ ലേയ അവനെ എതിരേറ്റു ചെന്നു. നീ എൻ്റെ അടുക്കൽ വരണം, എൻ്റെ മകൻ്റെ ദുദായിപ്പഴം കൊണ്ട് ഞാൻ നിന്നെ കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് രാത്രി അവൻ അവളോടുകൂടെ ക്ഷയിച്ചു. ദൈവം ലേയായുടെ അപേക്ഷ കേട്ടു. അവൾ ഗർഭം ധരിച്ച് യാക്കോബിന് 5ാമതൊരു മകനെ പ്രസവിച്ചു. അപ്പോൾ ലേയ, ഞാൻ എൻ്റെ ദാസിയ എൻ്റെ ഭർത്താവിന് കൊടുത്തതുകൊണ്ട് ദൈവം എനിക്ക് കൂലി തന്നു എന്ന് പറഞ്ഞ് അവന് ഇസാഖാർ എന്ന് പേരിട്ടു. അപ്പം ശരിക്കും റാഹേൽ ഒരു ദുദായിപ്പഴത്തിന് വേണ്ടി ഭർത്താവിനെ വിട്ടുകൊടുക്കുകയാണ്.
അവിടെ സംഭവിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഹയറിംഗ് ആണ് നടക്കുന്നത് അല്ലേ. അവൾ വിട്ടുകൊടുത്തു, ആ ഒരു ഹയറിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെയാണ് ആ മകൻ്റെ പേര് ഇസാഖാർ എന്നിട്ട്. ഹയറിംഗ് എന്ന് പറഞ്ഞാലും ശരിയാണ്, അല്ലെങ്കിൽ അവൾ റിവാർഡ്, ദൈവം അവൾക്ക് കൊടുക്കുന്ന പ്രതിഫലം, അത് വായിക്കുമ്പോൾ തന്നെ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, കർത്താവ് എനിക്ക് തന്ന പ്രതിഫലമാണെന്ന് പറഞ്ഞ് അവൻ ഇസാഖാർ എന്ന് പേരിട്ടിട്ടുണ്ട്. സോ നമ്മൾ ആരെയാണ് ഹയർ ചെയ്തത്, നമുക്ക് വേണ്ടി ആരാണ് പ്രതിഫലമായി മാറിയത്? കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി, മാനവരാശിക്ക് വേണ്ടി, അല്ലെ സഭയ്ക്ക് വേണ്ടി ഒരു റിവാർഡായി മാറി. പാപങ്ങൾക്ക് വേണ്ടി അവൻ ഒരു പ്രായശ്ചിത്തമായി തീർന്നു. അതാണ് അവിടെ കാണിക്കുന്നത്. സോ ഇസാഖാർ കർത്താവായ യേശു ക്രിസ്തു സഭയ്ക്ക് വേണ്ടി, അല്ലെ ലോകത്തിനു വേണ്ടി, മാനവരാശിക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തമായി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു പകരമായി തീർന്നു. കർത്താവ് തന്നെയാണ് നമ്മുടെ റിവാർഡും നമ്മുടെ പ്രതിഫലവും കർത്താവാണ്. സോ ഇസാഖാറിൽ നിന്ന് വെളിപ്പെടുന്നത് ആ ഒരു വെളിപ്പാടാണ്. അടുത്ത 30 തന്നെ 19 വാക്യം. ലേയ പിന്നെയും ഗർഭം ധരിച്ചു, യാക്കോബിന് 6ാമതൊരു മകനെ പ്രസവിച്ചു. ദൈവം എനിക്കൊരു നല്ല ദാനം തന്നിരിക്കുന്നു, ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോടുകൂടെ വസിക്കും, ഞാൻ അവന് 6 മക്കളെ പ്രസവിച്ചല്ലോ എന്ന് ലേയ പറഞ്ഞ് അവന് സെബുലൂൻ എന്ന് പേരിട്ടു. ഇപ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ വസിക്കും, അതുകൊണ്ട് അവൾ സെബുലൂൻ എന്ന് പേരിട്ടു. സെബുലൂൻ്റെ ശരിയായുള്ള അർത്ഥം ഡ്വെല്ലിംഗ് പ്ലേസ്, അല്ലെങ്കിൽ പാർപ്പിട സ്ഥലം. സോ നമ്മളൊക്കെ ആരാ? കർത്താവിൻ്റെ ഡ്വെല്ലിംഗ് പ്ലേസ് അല്ലേ. ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? സോ ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ കർത്താവിൻ്റെ മന്ദിരമാണ് സഭയായ നമ്മൾ. സോ സെബുലൂൻ എന്നുള്ളൊരു ആ പേരിലൂടെ വെളിപ്പെടുന്നത് കർത്താവിൻ്റെ സഭ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഡ്വെല്ലിംഗ് പ്ലേസ്. ഇന്ന് കർത്താവ് മന്ദിരങ്ങളിലും അല്ലെ വലിയ ആലയങ്ങളിലല്ല താമസിക്കുന്നത് എന്ന് വചനത്തിലുണ്ടല്ലോ. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവ് വാസം ചെയ്യുന്നത്. അതാണ് ഇവിടെ അത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത 30 22 വാക്യം. ദൈവം റാഹേലിനെ ഓർത്തു. ഇപ്പോൾ റാഹേൽ ഇതുവരെ പ്രസവിച്ചിട്ടില്ല. സോ ലാസ്റ്റിൽ റാഹേലിൻ്റെ ഫസ്റ്റ് പ്രസവത്തോടു കൂടിയാണ് കർത്താവ് അവിടെ ആദ്യത്തെ പുത്രനെ തരുന്നത്. ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ദൈവം എൻ്റെ നിന്ന നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ എനിക്ക് ഇനിയും ഒരു മകനെ തരുമെന്ന് പറഞ്ഞ് അവന് യോസഫ് എന്ന് പേരിട്ടു. സോ അവിടെ 2 കാര്യങ്ങൾ റാഹേൽ പറയുന്നുണ്ട്. ഒന്ന്, എൻ്റെ നിന്ന കർത്താവ് നീക്കിക്കളഞ്ഞു. രണ്ടാമത് അവിടെ പറയുന്നത് കർത്താവ് എനിക്ക് വീണ്ടും മകനെ തരും എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ആഡ് ചെയ്യും, അല്ലെങ്കിൽ വീണ്ടും ആഡ് ചെയ്യപ്പെടും. ഫസ്റ്റ് ഞാൻ പറഞ്ഞു നിന്ന മാറ്റി, രണ്ടാമത് കർത്താവ് വീണ്ടും ആഡ് ചെയ്യും. സോ അവിടെ കാണിക്കുന്നത് നമ്മൾ, അതായത് ജാതികളായ നമ്മളെ കർത്താവിനോട് ചേർത്തു അല്ലേ. നമുക്കിതിനൊന്നും അവകാശമില്ലായിരുന്നു, നമ്മളൊക്കെ അന്യരും പരദേശികളുമായിരുന്നു. പക്ഷെ കർത്താവ് നമ്മളെ സ്വന്തം സഭയോട്, ക്രിസ്തുവിനോട് ചേർത്തു. അപ്പോസ്തലനായ പൗലോസ് കൊർന്നല്യോസിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ജാതികളുടെ അടുത്ത് സുവിശേഷം എത്തി. അങ്ങനെ ആദ്യം അവനത് മനസ്സിലായെങ്കിലും കർത്താവ് അവന് വിട്ടപ്പോഴാണ് ജാതികർ ക്രിസ്തുവിനെ അപ്പോസ്തലനായ പത്രോസിലൂടെ കാണുന്നത്. അങ്ങനെയാണ് ജാതികളിലെ ആ സുവിശേഷം വന്നത്. ആദ്യമൊക്കെ യഹൂദർ വിചാരിച്ചിരുന്ന, ആ സമയത്ത് അപ്പോസ്തലന്മാർ വിചാരിച്ചിരുന്ന ഈ സുവിശേഷം, ഈ രക്ഷ, കർത്താവിൻ്റെ ഈ സത്യം യഹൂദർക്ക് അല്ലെ ഇസ്രായേലിന് മാത്രമുള്ളതാണ്. പക്ഷേ കർത്താവ് പിന്നീട് അവർക്ക് ഈ വെളിപ്പെടുത്തി കൊടുത്തു. ഇത് ഇസ്രായേലിന് മാത്രമല്ല, ഇത് മാനവരാശി മുഴുവന് വേണ്ടി, അതായത് ജാതികളായ നമുക്ക് വേണ്ടി, ഒരിക്കലും ഈ സ്നേഹത്തിന് അർഹതയില്ലാത്ത നമുക്ക് വേണ്ടി കർത്താവ് തൻ്റെ പ്രാണനെയും കൂടെയാണ് തന്നിരിക്കുന്നതെന്ന് ഈ ഒരു വെളിപ്പാടിലൂടെയാണ് മനസ്സിലായത്. അങ്ങനെയാണ് സുവിശേഷം ജാതികളുടെ അടുത്ത് എത്തിച്ചേരുന്നത്. സോ ജോസഫ് എന്ന് അവിടെ പറയുന്നത് ജാതികളായ നമ്മൾ കർത്താവിനോട് ചേർക്കും. ഒന്ന്, നമ്മുടെ നിന്ന മാറ്റിക്കളഞ്ഞു, രണ്ടാമത് നമ്മൾ കർത്താവിനോട് കൂടെ ജാതികളായ നമ്മൾ ചേർക്കപ്പെട്ടു. സോ അതാണ് ജോസഫ് എന്ന പേരിലൂടെ അവിടെ വരുന്ന ഒരു വിഷയം. അടുത്തത് 35 തന്നെ 16, അല്ലെങ്കിൽ ലാസ്റ്റ് ഭാഗം, 35-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. അവർ ബഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ട് എഫ്രാത്തയിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിനവേദനയുണ്ടായി. അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിനവേദനയായിരിക്കുമ്പോൾ സുതികർമ്മിണി അവളോട്, ഭയപ്പെടേണ്ട, ഇതും ഒരു മകനായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി എന്ന് പേരിട്ടു. അവൻ്റെ അപ്പനോ അവന് ബെന്യാമിൻ എന്ന് പേരിട്ടു.
അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന റാഹേൽ തൻ്റെ രണ്ടാമത്തെ മകനെ പ്രസവിക്കുകയാണ്. വേദനയോട് കൂടെ പ്രസവിച്ചതുകൊണ്ട് അവിടെ ജീവൻ പോകുന്ന ആ സമയത്ത് അവൾ ആ പുത്രന് പേരിട്ടത് ബെനോനി. ബെനോനിയുടെ അർത്ഥം സൺ ഓഫ് സോറോ, അല്ലെ വ്യസനപുത്രൻ എന്ന് പറയാം. അതാണ് അവൻ പേരിട്ടത്. പക്ഷേ യാക്കോബ് ബെനോനി അല്ലെ ബെഞ്ചമിന് പേരിട്ടത് ബെഞ്ചമിൻ. ബെഞ്ചമിൻ്റെ അർത്ഥം എൻ്റെ പുത്രൻ എൻ്റെ വലത്തുഭാഗത്ത്, അല്ലെ എൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന എൻ്റെ പുത്രൻ. അതാണ് അതിൻ്റെ അർത്ഥം. സോ രണ്ട് കാര്യങ്ങളോടുണ്ട്. വ്യസനപുത്രൻ ആരായിരുന്നു? വ്യസനപുത്രൻ യെശയ്യാവ് 53 പറയാൻ വ്യസനം രോഗം ശീലിച്ചവന് വ്യസനപുത്രനുമായിരുന്നു. സോ നമ്മുടെ വ്യസനപുത്രൻ നമ്മുടെ കർത്താവാണ്. നമ്മുടെ സകല വ്യസനങ്ങളെയും രോഗങ്ങളെയും നമ്മുടെ ഭാരങ്ങളെയും എല്ലാം ചുമന്നത് നമ്മുടെ കർത്താവാണ്. രണ്ടാമത് നമ്മുടെ കർത്താവ് ഈ ശത്രുക്കളെ എൻ്റെ ശത്രുക്കളെ എൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തു ഭാഗത്തിരിക്കുക എന്ന് പറയുന്ന ആരെക്കുറിച്ചാണ്? കർത്താവിനെക്കുറിച്ചാണ് അവിടെ സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ കർത്താവാണ് ശത്രുക്കളെ തകർത്ത് അവസാനം 1000 ആണ്ട് വാഴ്ച നമ്മുടെ സഭ കർത്താവിനോടുകൂടെ വാഴാൻ പോകുന്നത്. സോ അവിടെ കാണിക്കുന്ന കർത്താവിൻ്റെ നിത്യമായുള്ള വാഴ്ചയും ശത്രുവിനെ തകർക്കുന്നതും സാത്താനെ നിത്യചങ്കലയിലിടുന്ന ആ ഒരു വിഷയമാണ് അവിടെ കാണിക്കുക. അതൊക്കെ ഒത്തിരി ആഴമേറിയ വിഷയങ്ങളാണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സമയമില്ല. പക്ഷേ ബെഞ്ചമിൻ എന്ന പേരിൽ രണ്ട് കാര്യങ്ങളാണ് വെളിപ്പെടുന്നത്. ആദ്യത്തെ സൺ ഓഫ് സോറോ, കാരണം അതിലൂടെ അവൾ മരണപ്പെടുകയാണ് റാഹേൽ. ബെൻ ഓനി എന്ന് പേരിട്ടു. പക്ഷേ യാക്കോബ് എൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന എൻ്റെ പുത്രൻ, അല്ലെ എൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രൻ എന്ന് അർത്ഥമുള്ള ബെഞ്ചമിൻ എന്ന് പേരിട്ടു. സോ ഈ 12 പേരുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ വചനത്തിൽ തന്നെ ഉള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ഇതിനെ എത്രമാത്രം മനസ്സിലാക്കുന്നു, അല്ലെ എത്രമാത്രം അതിൻ്റെ ആഴങ്ങളെ നമ്മൾ ഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഇത് മറ്റുള്ളവർക്ക് പ്രയോജനമാകട്ടെ. ഈ പേരുകളിൽ കർത്താവ് ഉണ്ട്, അല്ലെ ഇതിലൂടെ അനേകർ കർത്താവിനെ കാണുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ തന്നെ ഓരോ പുസ്തകങ്ങളിലും, പഴയ നിയമത്തിലെ ഓരോ പുസ്തകങ്ങളിലും കർത്താവിൻ്റെ ഒരു നിഴലാണ് അവിടെ കാണുന്നത്. റൂത്തിൻ്റെ പുസ്തകത്തിൽ നല്ല ബോവസ് ആരാണ്? നമ്മുടെ കർത്താവാണ്. ജാതികരായ നമ്മളെ, മോവാബ്യ സ്ത്രീയായ റൂത്തിനെ അവിടെ ബോവസ് തന്നോടുകൂടെ ചേർക്കുകയാണല്ലേ. ജാതികളായ നമ്മളെ കർത്താവ് ചേർക്കുകയാണ്. സഭയെ കർത്താവ് ചേർക്കുകയാണ്. ഈ നിത്യ ഭാഗ്യത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് നമുക്ക് തന്ന ഭാഗ്യം എത്ര വലുതാണല്ലേ. റൂത്താണ് പിന്നെ കർത്താവിൻ്റെ വംശാവലിയിലേക്ക് ഒരു ജാതിക മോവാബ്യ സ്ത്രീ. ദൈവമായ കർത്താവ് പഴയ നിയമത്തിൽ പറയും, മോവാബ്യർ എൻ്റെ സന്നിധിയിൽ കടന്നു വരുക. 10ാം തലമുറ പോലും കടന്നു വരാൻ സാധിക്കത്തില്ല. പക്ഷേ ദൈവം റൂത്തിൻ്റെ ഒരു തീരുമാനത്തിലാണ് അവൾ കർത്താവിൻ്റെ വംശാവലിയിൽ പ്രവേശിച്ചത്, അല്ലെ ബോവസ് അവളെ സ്വീകരിച്ചത്. ആ ഒരു തീരുമാനം എന്തായിരുന്നു? നിന്റെ ദൈവം എൻ്റെ ദൈവം. നമ്മൾ ഈ എടുത്ത തീരുമാനമാണ് നമ്മളെ കർത്താവിൻ്റെ രാജ്യത്തിൽ ചേർത്തത്. ദൈവമായ കർത്താവ് അങ്ങനെ ഒരുപാട് പേരെ, പ്രത്യേകിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ യൗവനക്കാർ, ഇന്നത്തെ യുവതലമുറകൾ, അവരൊക്കെയും ഈ സ്നേഹത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും മാക്സിമം ഈ മെസ്സേജ് ഷെയർ ചെയ്യുക, മറ്റുള്ളവരെ അറിയിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.